അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ റമദാൻ മാസത്തിൽ ആരോഗ്യത്തെയും ആത്മീയതയെയും എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കൂട്ടുകാരുടെ സംവാദത്തിൽ നിന്നും മനസ്സിലാക്കാം. പലർക്കും നോമ്പെടുത്തു തുടങ്ങി ഉച്ചയാകുമ്പോഴേക്കും വളരെ ക്ഷീണവും തലവേദനയുമാണല്ലോ. ഇതിനെ എങ്ങനെയാണ് ആരോഗ്യപരമായി മുന്നോട്ട് കൊണ്ടുപോവുക? ആദ്യം ശ്രദ്ധിക്കേണ്ടത് അത്താഴമാണ്. അത്താഴം കഴിക്കാതെ നാം ഒരിക്കലും നോമ്പ് നോൽക്കാൻ പാടില്ല. പെട്ടെന്ന് ദഹിക്കാത്ത തവിട് പോലുള്ള അരിയോ ഗോതമ്പോ അത്താഴത്തിൽ ഉൾപ്പെടുത്താം. ഇത് പകൽ മുഴുവൻ നിങ്ങൾക്ക് ഊർജം നൽകും. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ അമിതമായ എണ്ണമയമുള്ള ഭക്ഷണങ്ങളും പഞ്ചസാരയും ഒഴിവാക്കണം. ഈത്തപ്പഴം കഴിച്ച് നോമ്പ് തുറക്കുന്നതിലൂടെ ശരീരം പെട്ടെന്ന് ഗ്ലൂക്കോസ് ലഭിക്കാൻ സഹായിക്കും. ഇഫ്താറിനും അത്താഴത്തിനും ഇടയിലുള്ള സമയത്ത് ധാരാളം വെള്ളം കുടിച്ച് ശരീരം നാം എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കണം. അപ്പോൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നതല്ല, ശരിയായ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിലാണല്ലേ കാര്യം? അതെ, മിതത്വം പാലിക്കുന്നതാണ് ഇസ്ലാമും വൈദ്യശാസ്ത്രവും നമ്മെ പഠിപ്പിക്കുന്നത്. ആരോഗ്യത്തോടെ ഇരുന്നാലല്ലേ ആവേശത്തോടെ നമുക്ക് ആരാധനകളിൽ മുഴുകാൻ കഴിയൂ. ഈ റമദാൻ കരുണയുടേത് മാത്രമല്ല, നല്ല ആരോഗ്യത്തിൻ്റെതുമാകട്ടെ. ഏവർക്കും അനുഗ്രഹീത റമദാൻ ആശംസകൾ.